അധികാരത്തിന്റെ ദാർഢ്യവും ലാത്തിച്ചാർജും കൊണ്ട് യുവത്വത്തിന്റെ ശബ്ദം അടിച്ചമർത്താമെന്ന് കരുതിയ കേന്ദ്ര ഭരണകൂടത്തിന് തെറ്റി. രാജ്യത്തെ തെരുവുകളിലും പാർലമെന്റിലും ഇന്ന് മുഴങ്ങിക്കേൾക്കുന്നത് ജനങ്ങളുടെ ഭയമല്ല, മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒളിച്ചോട്ടങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. റീലുകൾക്ക് പിന്നിൽ മറഞ്ഞിരുന്ന് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മുഖം തിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി. ഇന്ത്യയുടെ രാഷ്ട്രീയം ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്? BJP സർക്കാരിനെ നടുക്കുന്ന ആ യുവജന പ്രക്ഷോഭങ്ങളുടെ സത്യാവസ്ഥ ഇന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുമ്പെങ്ങുമില്ലാത്ത വിധം കടുത്ത ഭരണപ്രതിസന്ധിയെയും വിശ്വാസ ഇല്ലായ്മയും ഒക്കെയാണ് ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നീറ്റ് പരീക്ഷ ക്രമക്കേടുകൾക്കെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമൊക്കെ നേരെ ക്രൂരമായ പോലീസ് അതിക്രമം അഴിച്ചുവിട്ടിട്ടും പാർലമെന്റിൽ വന്ന് ജനങ്ങളോടും സഭയോടും മറുപടി പറയാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ ഇത്തരം ഗൗരവതരമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ട് ഇപ്പോ ഇൻസ്റ്റാഗ്രാം റീലുകളുടെയും അതുപോലെ വീഡിയോകളിലൂടെയും ഒക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനു മുമ്പ് ഇത്തരത്തിൽ റീൽസുകളും വീഡിയോകളും ഇടുമ്പോൾ അത് ജനങ്ങൾ സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ഇന്ന് രാജ്യത്തെ ജനങ്ങളുടെയും പ്രത്യേകിച്ച് പുതിയ യുവതലമുറയുടെയൊക്കെ മുന്നിൽ ആ റീൽസ് ഒന്നും വില പോകുന്നില്ല. ഭരണകൂടത്തിന്റെ ബലപ്രയോഗത്തിനും അതുപോലെ ലാത്തിചാർജിനും അപ്പുറം പെല്ലറ്റ് തോക്കുകൾ, അതുപോലെ ആണിതറച്ച ലാത്തികൾ, AK-47 റൈഫിളുകൾ വരെ പ്രക്ഷോഭകർക്ക് നേരെ ഉപയോഗിച്ചതായിട്ട് പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിശിതമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയും അതുപോലെ പ്രിയങ്ക ഗാന്ധിയും ഉന്നയിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ, കൃത്യമായ മറുപടി നൽകേണ്ടതാണ്, അത്തരത്തിലുള്ള ഒരു മറുപടിയും നൽകാതെ കിരൺ റിജിജുവിനെയും അതുപോലെ പ്രഹ്ലാദ് ജോഷിയെയും ഒക്കെ മുന്നിലോട്ട് നിർത്തി കൊടുത്തിട്ട് പ്രതിരോധം തീർക്കാനാണ് ഇന്ന് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന രാജിവെച്ച ശ്രീ ധർമ്മേന്ദ്ര പ്രധാന്റെ കാലം തൊട്ട് പരീക്ഷാ നടത്തിപ്പിലെ സുതാര്യത തകർന്ന് തരിപ്പണമായി, സിസ്റ്റം അമ്പെ പരാജയപ്പെട്ടു. ഇതിനൊക്കെ എതിരെ RSSന്റെയും സംഘപരിവാറിന്റെയും ഒക്കെ ഭിന്നിപ്പിച്ചു ഭരണ തന്ത്രങ്ങൾക്ക് അപ്പുറം ജനങ്ങൾ ഇന്ന് ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. പണ്ട് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അന്ന് പ്രതിപക്ഷ നേതാവായ AK ഗോപാലൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ കേൾക്കാനും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാനും തയ്യാറായിരുന്ന ജനാധിപത്യ പാരമ്പര്യമായിരുന്നു അക്കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്നത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും സഭയോടും പാർലമെന്ററി സംവിധാനത്തോടും ഒട്ടും ബഹുമാനം കാണിക്കാതെ ഒളിച്ചോടുന്നതായിട്ടാണ് ജനങ്ങൾക്ക് തോന്നുന്നത്. മുമ്പ് മണിപ്പൂർ വിഷയത്തില് സഭയെ അവഗണിച്ച് മാറി നിന്ന മോദി സർക്കാരിന് മണിപ്പൂരിലെ 2 ലോക്സഭാ സീറ്റുകളിലും തിരിച്ചടി നൽകി വിജയിച്ചത് കോൺഗ്രസ് ആണ് എന്ന് നമ്മൾ ഓർക്കണം. ഇതേ രീതിയിലുള്ള ശക്തമായ ജനരോഷമാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഇപ്പോൾ രാജ്യത്തുടനീളം ഉയർന്നു വരുന്നത്. ഇന്ന് ഇന്ത്യയിലെ ജെൻസി അഥവാ യുവതലമുറ ജാതിമത ഭേദമന്യേ ഭരണകൂടത്തിന്റെ അനീതിക്കെതിരെ തെരുവിലിറങ്ങുകയാണ്. SFI തുടങ്ങിയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും വിദ്യാർത്ഥി നേതാക്കളുടെയും പങ്കാളിത്തത്തോടൊപ്പം തന്നെ കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP എന്ന് വിശേഷിക്കപ്പെടുന്ന പുതിയ സോഷ്യൽ മീഡിയ കൂട്ടായ്മകളും അഭിജിത് ദിപ്കെ അതുപോലെ നേഹ തുടങ്ങിയ യുവാക്കളുടെ പ്രാതിനിധ്യമൊക്കെ ഈ പോരാട്ടത്തിൽ അണിനിരക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഭരണകൂട ഏജൻസികളെയോ CBI, ED, പോലീസ് സംവിധാനങ്ങളെയോ ഭയക്കാത്ത ഒരു യുവതലമുറയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉയർന്നു വന്നിരിക്കുന്നത്. കേവലം വർഗീയത വളർത്തി അധികാരം നിലനിർത്താം, അല്ലെങ്കിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം നിലനിർത്താം, അങ്ങനെ നമുക്ക് അധികാരം നിലനിർത്താം എന്ന BJPയുടെയും NDA മുന്നണികളുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് തങ്ങളുടെ ഭാവിയും അവസര സമത്വമൊക്കെ വീണ്ടെടുക്കാൻ യുവാക്കൾ ഇന്ന് പ്രതിരോധം തീർക്കുന്ന കാഴ്ച. പാർലമെന്റിലെ ചർച്ചകളിൽ നിന്ന് അമിത്ഷായും നരേന്ദ്രമോദിയും എത്ര തന്നെ ഒളിച്ചോടിയാലും ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നും മാറ്റം വരുത്തി തിരുത്താതെ പോയാൽ അനീതിക്കെതിരായ യുവജന പ്രതിരോധം കേന്ദ്ര സർക്കാരിന്റെ പതനത്തിന് വഴി തുറക്കുമെന്നും വ്യക്തമാണ്. അതായത് യുവജനത ഉണർന്നു കഴിഞ്ഞു. യുവാക്കളാണ് നാളെയുടെ ഭാവി എന്ന് പറയുന്നത്. ഇന്നത്തെ വൃദ്ധജനങ്ങളെല്ലാം പോയി കഴിഞ്ഞാൽ ഈ യുവാക്കൾക്ക് വേണ്ടിയാണ് നാളെ ഇന്ത്യ. ഭരണകർത്താക്കളും യുവാക്കൾ തന്നെ ആയിരിക്കും. ഇന്നത്തെ യുവാക്കളുടെ ശബ്ദത്തിന് വില കൊടുക്കാതെ ഇന്നത്തെ ഒരു ഭരണാധികാരിക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന വാസ്തവമാണ്. ആ വാസ്തവത്തെയാണ് ഇന്നത്തെ ഭരണകൂടം മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്, കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്നത്. അത് പക്ഷെ യുവാക്കൾക്കറിയാം. യുവാക്കളിലൂടെ ഇന്നത്തെ 145 കോടി ജനങ്ങളും അത് മനസ്സിലാക്കി വരുന്നുണ്ട്. സർക്കാരിന് 2 വിധത്തിൽ ഇവിടെ പ്രവർത്തിക്കാം. ജനങ്ങളോടൊപ്പം ചേർന്ന് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വികസന പ്രവർത്തനം നടത്താം. അല്ലാതെ ഇന്ന് കാണിക്കുന്നത് പോലെ വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് ഭരണത്തിൽ ഇരിക്കാൻ വേണ്ടി തൽക്കാല പൊറാട്ട നാടകങ്ങൾ, വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചു കഴിഞ്ഞാൽ അത് കാലാകാലം നിൽക്കില്ല. കാരണം അത് തിരിച്ചറിയുന്ന തലമുറ
അധികം വൈകാതെ വളർന്നു വരുമായിരുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ ജൻസി വിപ്ലവത്തിൽ എല്ലാ പാർട്ടിക്കാരുടെയും മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. കാരണം നാളത്തെ ഇന്ത്യ അവരുടേതാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി അവർ തന്നെ ശബ്ദിക്കണ്ടേ. Different angles. Don't forget to subscribe and support this channel.